അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഈമാൻ, സത്യവിശ്വാസം എന്ന അദ്ധ്യായത്തിലെ ബാബു ഫഇൻ താബു വ അഖാമു സ്വലാത വ ആതു സകാത ഫഖല്ലു സബീലഹും, അവർ പശ്ചാത്തപിക്കുകയും നമസ്കരിക്കുകയും സകാത്ത് നൽകുകയും ചെയ്താൽ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക എന്ന ബാബിലെ ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിക്കട്ടെ. ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് അൽ മുസ്നദി ഖാല ഹദ്ദസന അബൂ റൗഹിൻ അൽ ഹറമി ബിൻ ഉമാറ قال حدثنا شعبة عن واقد بن محمد قال سمعت أبي يحدث عن ابن عمر أن رسول الله صلى الله عليه وسلم قال أمرت أن أقاتل الناس حتى يشهدوا أن لا إله إلا الله وأن محمدا رسول الله ويقيموا الصلاة ويؤتوا الزكاة فإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ അവർ ചെയ്താൽ അവരുടെ ജീവനും ധനവും എന്നിൽ നിന്ന് സുരക്ഷിതമായി. പിന്നീട് ഇസ്ലാമിൻ്റെ ബാധ്യതയെ അവർക്കുണ്ടാവൂ. അവരുടെ വിചാരണ ബാധ്യത അള്ളാഹുവിനാകുന്നു. ഇതാകുന്നു ഹദീസ്, അതിൻ്റെ അർത്ഥവും. യുദ്ധത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നും ആത്യന്തികമായ വിചാരണ അള്ളാഹുവിങ്കലാണെന്നും എന്ന സുപ്രധാനമായ 2-3 കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. സമാധാനം എന്ന് അർത്ഥം വരുന്ന സിൽം എന്ന അറബി ധാതുവിൽ നിന്നാണ് ഇസ്ലാം എന്ന പദം വന്നിട്ടുള്ളത്. എന്നാൽ അസഹിഷ്ണുതയുടെയും അക്രമത്തിൻ്റെയും മതമായിട്ടാണ് പലപ്പോഴും വിമർശകർ ഇസ്ലാമിനെ എടുത്തു കാണിക്കാറുള്ളത്. യുദ്ധത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നും പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് യുദ്ധങ്ങൾ അരങ്ങേറിയത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇസ്ലാം യുദ്ധം അനുവദിക്കുന്നത് എപ്പോഴാണ്? പ്രതിരോധത്തിനും രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതമായ സംരക്ഷണത്തിനും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മുമ്പിലുള്ള മാർഗതടസ്സങ്ങൾ നീക്കുന്നതിനും അക്രമം അഴിച്ചുവിടുന്ന ആളുകളെ തങ്ങൾ ജനിച്ച നാട്ടിൽ തങ്ങളുടെ ആദർശവും വിശ്വാസവും അനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ അത്തരത്തിലുള്ള അക്രമകാരികളെ അമർച്ച ചെയ്യുന്നതിനും ഒക്കെയാണ് ഇസ്ലാം യുദ്ധം അനുവദിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ദീനുൽ ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 14-15 വർഷങ്ങൾ മക്ക ജീവിതഘട്ടത്തിൽ ശക്തമായ മർദ്ദനങ്ങളും പീഡനങ്ങളും മുസ്ലിമീങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും യുദ്ധമുണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണല്ലോ. ജനിച്ച നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ക്രൂരമായി ആക്രമിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. എന്നിട്ടും സഹനത്തിൻ്റെയും ക്ഷമയുടെയും അധ്യാപനങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് പകർന്നു നൽകിയത്. പിന്നീട് പിറന്ന നാട്ടിൽ നിന്ന് പോയി മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടെയും സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോഴാണ് സായുധമായ പോരാട്ടത്തിന് അനുവാദം നൽകപ്പെട്ടത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുംതഹിനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങളവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല എന്ന്.
തുടർന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നമാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും വളാഹറു അലാ ഇഖ്റാജികും അൻ തവല്ലൗഹും വമൻ യതവല്ലഹും ഫഉലൈക ഹുമുൽ ളാലിമൂൻ. എന്നാൽ മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളെ പുറത്താക്കുന്നതിൽ പരസ്പരം സഹകരിക്കുകയും ചെയ്തവരെ സംബന്ധിച്ചു മാത്രമാണ് അവരോട് മൈത്രി കാണിക്കുന്നത് അള്ളാഹു നിരോധിക്കുന്നത്. വല്ലവരും അവരോട് മൈത്രി ബന്ധം പുലർത്തുന്ന പക്ഷം അവർ തന്നെയാകുന്നു അക്രമകാരികൾ എന്ന് സൂറത്ത് മുംതഹിനയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ വിഷയം എന്നത് മതപ്രചാരണത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. കാരണം ഇസ്ലാമിൽ ഒരു നിലക്കുമുള്ള ബലാത്കാരവും ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സൂറത്ത് ബഖറയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ് ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ ലം ഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല. സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഏതൊരാൾ ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചിട്ടുള്ളത് ഫലമുള്ള കയറിലാകുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുക, യുദ്ധത്തിന് ഇങ്ങോട്ട് വരിക, ഇത്തരം സന്ദർഭങ്ങളിൽ യുദ്ധം ചില വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാം അനുവദിക്കുന്നു. ഇവിടെ മുസ്ലിങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമൂഹമാണ് ഹദീസിലെ വിഷയം. അതുകൊണ്ട് തന്നെ അവരോട് യുദ്ധം ആരംഭിച്ചാൽ ഈ വ്യവസ്ഥകൾ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കുകയോ ചെയ്യുന്നതുവരെ യുദ്ധം തുടരാവുന്നതാണ്. അതും ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ കീഴിൽ, ഇസ്ലാമിൻ്റെ ഇമാമത്തിൻ്റെ കീഴിൽ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തമായ ചരിത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത്തരം ഹദീസുകളെ വ്യാഖ്യാനിക്കുവാനും വിശദീകരിക്കുകയും ചെയ്യേണ്ടത്. മൂന്നാമതായി ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതലായ പ്രഗൽഭ സഹാബി വര്യന്മാർക്ക് അജ്ഞാതമായിരുന്നു. സകാത്ത് കൊടുക്കാത്തവരോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് ഒരുങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിനെ എതിർക്കുകയുണ്ടായല്ലോ. അന്നേരം അബൂബക്കർ റളിയല്ലാഹു അൻഹു സകാത്തിനെ നമസ്കാരവുമായി തുലനപ്പെടുത്തി ഖിയാസ് നടത്തി അതിന് മറുപടി നൽകിയത് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചും കൊണ്ടും എഴുതുകയാണ്, ചില ഹദീസുകൾ പ്രഗൽഭരായ സഹാബിവര്യന്മാർക്ക് അജ്ഞാതമായിരിക്കുകയും ചില ഒറ്റപ്പെട്ട വ്യക്തികൾ അത് മനസ്സിലാക്കുകയും ചെയ്യാം എന്നതിന് ഈ സംഭവം തെളിവാണ്. അതിനാൽ അഭിപ്രായങ്ങളിലേക്ക് അത്ര തന്നെ ശക്തിയുള്ളതാണെങ്കിലും പിന്തിരിയരുത്. സഹാബിമാരുടെ അഭിപ്രായത്തിന് എതിരായി നബിചര്യ ഉദ്ധരിക്കപ്പെട്ടാൽ ഇന്ന മഹാൻ അല്ലെങ്കിൽ ഇന്ന പണ്ഡിതൻ അത് പറഞ്ഞത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ അത് അറിയാതെ പോയി എന്ന് പറയുവാനും പാടുള്ളതല്ല എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഫതഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇത്തരത്തിൽ ഒരു ശീർഷകം നൽകുന്നതിലൂടെ ഈമാൻ എന്നത് വിശ്വാസം മാത്രമല്ല പ്രവർത്തനങ്ങൾ കൂടി അടങ്ങിയതാണ് എന്ന യാഥാർത്ഥ്യം കൂടി ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.